ഡേ 25 മേക്കിംഗ് 1 crore with 1 lakh. നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തത് ഡേ 20ക്കാണ്. അതിൻ്റെ ശേഷം നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ 5 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും നമ്മൾ വീഡിയോസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. സോ ലാസ്റ്റ് 5 ഡേയ്സിൻ്റെ റിപ്പോർട്ട് നമുക്ക് നോക്കി നോക്കാം. ഞാൻ സ്റ്റോറി ഓൾറെഡി ഡെയിലി അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് നോക്കുന്നവർക്കാണെങ്കിൽ സ്റ്റോറിയിൽ കാണാൻ പറ്റും. സോ നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് സ്ക്രീനിൽ നോക്കാം. സോ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും ഡേ 20 വരെ നമ്മൾ ഓൾറെഡി റീലായിട്ട് അപ്ലോഡ് ചെയ്തതാണ്. ഡേ 21 നമുക്ക് ചാർജസ് അടക്കം നെറ്റ് പ്രോഫിറ്റിലായിരുന്നു 1673. ഡേ 22 നോക്കുകയാണെങ്കിൽ ചാർജസ് കഴിഞ്ഞിട്ട് 149 രൂപ ലോസിലായിരുന്നു. ഡേ 23 ലോസാണ് 1435. ഡേ 24 1364 ലോസിലായിരുന്നു. ഡേ 25 നോക്കുകയാണെങ്കിൽ 19.40 നെറ്റ് ലോസിലായിരുന്നു. സോ ഈ ലാസ്റ്റത്തെ 5 ഡേയ്സ് കുറച്ച് മോശമായിട്ടുള്ള ഒരു ദിവസം നമുക്ക് ട്രേഡിംഗ് ഡേയ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 ഡേയ്സ് നമുക്ക് ലോസിലായിരുന്നു എൻഡ് ചെയ്തത്. 1 ഡേ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റിൽ എൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. സോ ഡേ 25 എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 5571.48 നെറ്റ് പ്രോഫിറ്റിലാണ് നമുക്ക് എൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. നമുക്ക് ഇനി അച്ചീവ് ചെയ്യാനുള്ളത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും 99,94,428 ഇനി നമുക്ക് ബാലൻസ് അച്ചീവ് ചെയ്യാനുള്ളത്. നമ്മൾ 4 ഡേയ്സ് കണ്ടിന്യൂസ് ലോസ് ആയിട്ടും നമുക്ക് ടോട്ടൽ 5 ഡേയ്സിൻ്റെ ടോട്ടൽ P&L നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 705 രൂപ നെറ്റ് പ്രോഫിറ്റിൽ തന്നെയാണ് നമുക്ക് ഈ 5 ഡേയ്സ് കഴിഞ്ഞിട്ട് എൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. അതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന റിസ്ക് റിവാർഡും കാര്യങ്ങളും കൊണ്ടാണ് അങ്ങനെ നമുക്ക് എൻഡ് ചെയ്യാൻ കഴിഞ്ഞത്. നമുക്ക് ഓൾറെഡി ഒരു മന്ത് എൻഡ് ചെയ്ത് ജനുവരി മാസം നമ്മൾ എൻഡ് ചെയ്തപ്പോൾ 31 ജനുവരി നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ടോട്ടൽ നമ്മൾ 6,954 രൂപ നെറ്റ് പ്രോഫിറ്റിലാണ് നമ്മൾ ജനുവരി മന്ത് എൻഡ് ചെയ്തത്. സോ 6,954 നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ 1,20,000 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര പെർസെൻറ്റേജ് റിട്ടേൺ നമ്മൾ ഓൾറെഡി മേക്ക് ചെയ്തെന്ന് നിങ്ങൾക്ക് കാണാം. 6,954 നമ്മൾ പ്രോഫിറ്റായിട്ട് മേക്ക് ചെയ്തത് കഴിഞ്ഞ മന്ത്. സോ ഡിവൈഡ് ബൈ 1,20,000 ആണ് നമ്മൾ ക്യാപിറ്റൽ ഇൻറ്റു 100 നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം 5.79% ഓൾറെഡി നമ്മൾ കഴിഞ്ഞ മന്ത് പ്രോഫിറ്റായിട്ട് ജനറേറ്റ് ചെയ്ത്. നമ്മൾ മന്ത്ലി ടാർഗറ്റ് ചെയ്യുന്ന ഒരു 5 to 10% ആണ് നമ്മൾ മന്ത്ലി ടാർഗറ്റ് ചെയ്യുന്നത്. സോ 5% ഓൾറെഡി നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡെയിലി നമ്മൾ P&L കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെയിലി സ്റ്റോറി ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓരോ 5 ഡേയ്സ് കൂടുമ്പോഴാണ് നമ്മളിങ്ങനെ റീലായിട്ട് അപ്ലോഡ് ചെയ്യുക. സോ ഇനി നമ്മുടെ നെക്സ്റ്റ് വീഡിയോ വരിക ഡേ 13 ആയിരിക്കും. ഈ ചലഞ്ച് ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.